ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകളാണ് വരുന്നത്. ഈ ശക്തമായ മഴയുടെ മുന്നറിയിപ്പ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ്. മഴ മുന്നറിയിപ്പുകൾ എപ്പോഴും നമ്മൾ അവഗണിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പോലും അറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു നല്ല ദിവസമായിട്ട് രാവിലെ എണീച്ചിരുന്ന ദുരന്തത്തെക്കുറിച്ച് പറയുകയാണെന്ന് ചോദിച്ചാൽ അല്ല. കാരണം മഴയ്ക്ക് നല്ല ദിവസമാണോ മോശ ദിവസമാണോ എന്നൊന്നുമില്ല. അതെപ്പോൾ വേണമെങ്കിലും വരാം. വരുന്നത് ചിലപ്പോൾ വളരെ ലളിതമായിട്ടായിരിക്കും, വളരെ വിനയപൂർവ്വമായിരിക്കും, ചിലപ്പോൾ ആർത്ത് അട്ടഹസിച്ചു കൊണ്ടായിരിക്കും, ചിലപ്പോൾ രൗദ്ര രൂപത്തിലായിരിക്കും. ഈ രൗദ്ര രൂപമാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. കാരണം ചില ചെറിയ വിനയത്തോടെ വരുന്ന ഒന്ന് മണ്ണിനെയൊക്കെ നനച്ച്, ഒന്ന് ചെടികളെയൊക്കെ നനച്ചൊന്ന് പോവാം എന്ന് കരുതി വരുന്നതിനെയും നമ്മൾ ഭയപ്പെടണം, ഇല്ല എന്നല്ല. പക്ഷേ രൗദ്രഭാവത്തിൽ ഇടിമിന്നലോട് കൂടിയൊക്കെ വരുന്ന മഴ എപ്പോഴാണ് അത് ശക്തി പ്രാപിക്കാനും എപ്പോഴാണത് വെള്ളപ്പൊക്കത്തിലേക്ക് പോകാനും ഒക്കെ സാധ്യതയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കേരള കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥ നൽകുന്ന മുന്നറിയിപ്പും നമ്മൾ കൃത്യമായി പാലിച്ചു തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇത് പാലിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ, അവസ്ഥകളൊക്കെ നമ്മൾ 2018 മുതലുള്ള പ്രളയത്തിൽ കണ്ടതാണ്. ഇവിടുത്തെ സർക്കാരുകൾ പറയും മുൻകരുതലുകൾ എടുക്കണം. കസ്തൂരി രംഗ റിപ്പോർട്ടൊക്കെ കൃത്യമായ ഉരുൾപൊട്ടലിനെ കുറിച്ചും പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അതിൽ എത്രമാത്രം ഇവിടെ നടപടി സ്വീകരിച്ചു. അപ്പോൾ ഇതൊന്നും ഇവിടെ ആരും സ്വീകരിക്കാൻ പോകുന്നില്ല. നമ്മുടെ ജീവൻ ആർക്കും ഒരു വിലയില്ല. അപ്പോൾ നമ്മുടെ ജീവൻ കാത്തു സൂക്ഷിക്കേണ്ടത്, നമ്മുടെ സ്വത്തുവകൾ കാത്തു സൂക്ഷിക്കേണ്ടത്, നമ്മുടെ കുഞ്ഞു മക്കളെയും നമ്മുടെ മക്കളെയും ഒക്കെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ്. അപ്പോൾ മുന്നറിയിപ്പുകൾ ഭയത്തോടും ജാഗ്രതയോടും കൂടി തന്നെ നമ്മൾ അതിനെ കണ്ടെത്തി നമ്മൾ അത് മനസ്സിലാക്കി അത് മുന്നോട്ട് പോകണം. പല ആവർത്തി പറയുന്നത് പോലെ തീരദേശ മേഖലയിലുള്ളവർ, കടലോര മേഖലയിലുള്ളവർ, വെള്ളപ്പൊക്കം അധികം ഉണ്ടാവുന്ന മേഖലയിലുള്ളവരൊക്കെ ഇത് സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. ഈ മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. നേരത്തെയും പല ആവർത്തി നമ്മൾ ഇതൊക്കെ ഈ ഭൂചലന റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ജപ്പാനിലൊക്കെ അത് ശക്തമായ ഭൂചലന മുന്നറിയിപ്പൊക്കെ അവിടെ നൽകിയിട്ടുണ്ട്. നേരത്തെ ഇന്തോനേഷ്യയിൽ സുനാമി അടിച്ചപ്പോൾ ഇന്ത്യയിൽ അത് ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ കന്യാകുമാരി ജില്ലയൊക്കെ എടുത്ത് നോക്കുമ്പോൾ അറിയാം എത്രമാത്രം നാശനഷ്ടങ്ങളാണ് ഇന്ത്യയിൽ സംഭവിച്ചത് എന്നുള്ളത്. അപ്പോൾ നമ്മളിതൊക്കെ എന്താ പറയുക, നിസ്സാരമായി കളയരുത്. എല്ലാത്തിനെയും അതിൻ്റെതായ രീതിയിൽ, അതിൻ്റെതായ ജാഗ്രതയിൽ, അതിൻ്റെതായ ഉത്തരവാദിത്വത്തോടു കൂടി മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇവിടെ കേന്ദ്ര കാലാവസ്ഥ പ്രവചനങ്ങളെ കാറ്റിപ്പറത്തിക്കൊണ്ട് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് വരുന്നത്. വരും മണിക്കൂറുകളിൽ വലിയ രീതിയിലുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. 6 ജില്ലകളാണ് പ്രധാനപ്പെട്ടതായി പറയുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, മലപ്പുറം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, മലപ്പുറം. അങ്ങനെ 6 ജില്ലകളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നൽകുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യത എന്നാണ് അറിയിപ്പിൽ പറയുന്നത്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. 6 ജില്ലകൾക്കാണ് പ്രത്യേക മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ പ്രവചനങ്ങളെല്ലാം തെറ്റിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയാണ് പെയ്തത്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിനു പുറമെ ആലപ്പുഴ, കോട്ടയം ജില്ലകളിലും ശക്തമായ മഴ പെയ്തിരുന്നു. പുലർച്ചെയുണ്ടായ മഴയിൽ ഇതുവരെ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 13/4/2005 മുതൽ 15/4/2005 വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി പുറപ്പെടുവിക്കുന്ന പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരളത്തിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ആലപ്പുഴ തീരത്തും മറ്റ് സ്ഥലങ്ങളിലും ഉയർന്ന തിരമാലകൾ ഉണ്ടാകാനും കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന് ദേശീയ സമുദ്ര സമിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്.
കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് 1.2 മുതൽ 1.3 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സമിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഇനി കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. മത്സ്യബന്ധന യാനങ്ങൾ, അതായത് ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിടുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിക്കുള്ള അപകട സാധ്യത ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അപ്പോൾ ഇത് കൃത്യമായി നമ്മൾ പാലിക്കണം. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ചുഴലിക്കാറ്റിന്റെ സാധ്യതയുണ്ട്, ചക്രവാത ചുഴിയുണ്ട്, ഭൂകമ്പത്തിന്റെ സാധ്യതയുണ്ട്, ഉരുൾപൊട്ടലിന്റെ സാധ്യതയുണ്ട്, വെള്ളപ്പൊക്കത്തിന്റെ സാധ്യതയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇടിമിന്നൽ. അപ്പോൾ മൊത്തത്തിലൊരു ദുരന്തം ആണ്. അപ്പോൾ ഈ മഴയുള്ള സമയത്തൊക്കെ നമ്മൾ അതീവ ജാഗ്രത പാലിച്ച് ഭയത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ നമുക്കതിനെ അതിജീവിച്ചൊന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ വെള്ളം കയറുന്ന സ്ഥലത്തൊക്കെ ഉള്ളവർ ഒരു മഴയല്ലേ, അത് പെയ്തിട്ടങ്ങ് പൊക്കോളൂല്ലേ എന്ന് വിചാരിച്ചിരിക്കും. കുറച്ച് വെള്ളം കയറുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് അങ്ങൊലിച്ച് പൊക്കോളും, കുഴപ്പമില്ല എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചത് കൊണ്ടാണ് 2018 അതിന് ശേഷം വന്ന പ്രളയത്തിലൊക്കെ ഒരുപാട് ജീവനുകൾ നമുക്ക് നഷ്ടമായത്. നമ്മുടെ വീടും ഒക്കെ പോയ നമുക്ക് നഷ്ടം തന്നെയാണ്. ഒരുപാട് കാലം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അത് തിരിച്ചു കിട്ടണമെങ്കിൽ വല്ലാത്ത പ്രയത്നം നമ്മൾ ഉണ്ടാക്കണം. പക്ഷെ എങ്കിൽ പോലും ജീവനും കയ്യിൽ എന്തിക്കൊണ്ട് നെട്ടോട്ടം ഓടുന്നതിന് പകരം നേരത്തെ തന്നെ സർക്കാർ ലേബർ ക്യാമ്പുകൾ ഏർപ്പെടുത്തി അല്ലെങ്കിൽ ബന്ധു വീടുകളിലൊക്കെ പോയി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പുകൾ കിട്ടുമ്പോൾ അത്തരത്തിൽ പോകുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറയുമ്പോൾ നമ്മളത് കേട്ട് തന്നെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ജപ്പാനിലൊക്കെ ഈ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഇവർ നേരത്തെ തന്നെ സൈറം മുഴക്കും, ഇന്ന സമയത്ത് ഭൂകമ്പം ഉണ്ടാകും, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായി തന്നെ നമ്മളത് പാലിച്ച് മുന്നോട്ട് പോകണം.